എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം കോർപ്പറേഷനായി എന്നെ തർക്കമില്ലെന്ന് ഞാൻ സൂചിപ്പിക്കുക. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. കോർപ്പറേഷൻ ഭരണം കയ്യിൽ നിന്ന് പോയപ്പോൾ തുടങ്ങിയ അസ്വസ്ഥതയാണ് ശിവൻകുട്ടി അദ്ദേഹത്തിന്. ഇനിയിപ്പോ നിയമം കൂടെ കയ്യിൽ നിന്ന് പോകുമ്പോ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. തിരുവനന്തപുരത്ത് ഇപ്പം KSEBയെയും വാട്ടർ അതോറിറ്റിയെയും വെച്ചാണ് ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല ഉദ്ദേശം, മാലിന്യ സംസ്കരണം എന്നത് കേവലം ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയോ റീൽ ഷൂട്ടോ ആയി മാറിയിരിക്കുകയാണ്. നാറിയ രാഷ്ട്രീയം, നാണം കെട്ട രാഷ്ട്രീയ കളി. ഇപ്പൊ മന്ത്രിപ്പണിയിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശിവൻകുട്ടി അദ്ദേഹത്തിന് തീരെ പറ്റുന്നില്ല. BJP-ക്കാർ ഭരണം പിടിച്ചതോടുകൂടി ഉറക്കം പോയ അവസ്ഥയാ, സമാധാനം പോയ അവസ്ഥയാ. എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. കോർപ്പറേഷൻ ഈ പാമ്പിന്റെ ശല്യത്തിനു വേണ്ടിയുള്ള പ്രതിരോധ നടപടി എടുക്കുന്നതിന് വേണ്ടി തയ്യാറാവാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ. മാലിന്യ സംസ്കരണം എന്നത് കേവലം ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയോ റീൽ ഷൂട്ടോ ആയി മാറിയിരിക്കുകയാണ്. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. നമ്മുടെ മുഹമ്മദ് റിയാസിക്കൊക്കെ കാണിക്കുന്നത് പോലെ റീലിന് വേണ്ടിയിട്ടല്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവരെ ഉത്സാഹിപ്പിക്കൂ ശിവൻകുട്ടി അണ്ണ, ഉത്സാഹിപ്പിക്കേ. VV രാജേഷ് എപ്പോഴെങ്കിലും കണ്ണാടിയിൽ നോക്കിയാൽ തിരുവനന്തപുരത്തെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ തകിടം മറിച്ചത് ആരാണെന്ന് വ്യക്തമാകും. ഇത്രയും കാര്യം പറഞ്ഞതിന്റെ പേരിൽ ഒരു ഊക്കൻ മറുപടി ഇങ്ങോട്ട് തിരിച്ചു തരുന്ന നിലയിലേക്ക് പോകേണ്ട കാര്യമില്ല. എന്റെ കൊച്ചേട്ട നിങ്ങൾക്കും കൂടിയോ? നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ഞാൻ ഇത്രയും കാര്യം പറഞ്ഞതിന്റെ പേരിൽ ഒരു ഊക്കൻ മറുപടി ഇങ്ങോട്ട് തിരിച്ചു തരുന്ന നിലയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇനി കിട്ടണത് നീ മേടിച്ചോ. പതിറ്റാണ്ടുകളായി ഈ കോർപ്പറേഷൻ ഉടമസ്ഥയുള്ള കടകളൊക്കെ കൈവശം വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇത് ചിലർക്ക് ഒഴിയേണ്ടി വരും. കാര്യം തുച്ഛമായ വാടകയ്ക്കൊക്കെ ഈ കടകളെ കൈവശം വെച്ചിരുന്നത്. അണ്ണാ, ഊക്കൻ മറുപടിയുടെ കനം ഇത്തിരി കൂടിപ്പോവെന്നാ തോന്നുന്നത്. കണക്കിന് രൂപ ഓരോ വർഷവും പിരിഞ്ഞു കിട്ടുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട്. വർഷങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു 10 വർഷത്തേക്ക് കരാർ കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ നിസ്സാര തുകയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഈ കരച്ചിലിന്റെ പവർ കൂടിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം സംശയിച്ചില്ലേ, മുൻ കുഞ്ഞാവയുടെ എന്തൊക്കെയോ തരികിട പദ്ധതികൾ പൊളിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പൊ കോർപ്പറേഷൻ. അതിന്റെ പ്രത്യാഘാതം എന്നോണം ഇപ്പോഴേ കരച്ചിൽ തുടങ്ങിയിരിക്കുക. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ.